അടുത്ത അധ്യയന വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് ഇന്റർനാഷണൽ പൂക്കോട്ടുംപാടം ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു. പെറ്റ് ഇന്റർനാഷണൽ ഹൈസ്കൂൾ റോഡ് പൂക്കോട്ടുംപാടം. ഫോൺ 8943918334 8943918335. പുഴയിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ കർശന നടപടിയുമായി അമരമ്പലം ഗ്രാമപഞ്ചായത്ത്. കൂറ്റമ്പാറ ചെറായിൽ കെട്ടുങ്ങൽ ഭാഗത്താണ് മാലിന്യം തള്ളിയത്. പുഴയിൽ വൻതോതിൽ മാലിന്യം തള്ളിയെന്ന പരാതിയെ തുടർന്ന് അധികൃതർ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു. കുടിവെള്ള സ്രോതസ്സായ പുഴയിൽ മാലിന്യം നിക്ഷേപിച്ചവർക്കെതിരെ വലിയ തുക പിഴ ഈടാക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പരിശോധനയിൽ കെഎസ്ഇബിയുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ മാലിന്യങ്ങൾക്കിടയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീടുകളിൽ നിന്നുള്ള ഉപയോഗശൂന്യമായ ചെരുപ്പുകൾ, പാമ്പേഴ്സ് തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുന്നു. മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ചില നിർണായക വിലാസങ്ങളും പരിശോധനയിൽ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. കണ്ടെത്തിയ ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലും സബ് കോൺട്രാക്ടർമാർക്ക് കൈമാറിയതാണോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് കെഎസ്ഇബിക്ക് ഔദ്യോഗികമായി കത്ത് നൽകാനും തീരുമാനിച്ചു. മാലിന്യത്തിൽ നിന്നും ലഭിച്ച വിലാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വീടുകളിലും കടകളിലും പരിശോധന നടത്തും. കുടിവെള്ളം മലിനമാക്കുന്ന ഈ സാമൂഹിക വിരുദ്ധ പ്രവൃത്തിക്ക് കാരണക്കാരായവരിൽ നിന്നും കർശനമായി പിഴ ഈടാക്കുമെന്നും പുഴയിലെ വെള്ളം മലിനമാക്കുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ, ക്ലർക്കുമാരായ ജയകൃഷ്ണൻ, ശാന്തിനി, ജീവനക്കാരായ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. പുഴയിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ ഒന്ന് വന്ന് പരിശോധിച്ചു. കുറച്ച് അഡ്രസ്സ് കിട്ടി. കെഎസ്ഇബി ഉൾപ്പെടെയുള്ള അവരുടെ സാധനങ്ങൾ ഉൾപ്പെടെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ്, ചെരുപ്പ്, അതേപോലെ പാമ്പേഴ്സ് ഉൾപ്പെടെ കുറേ ഐറ്റംസ് കണ്ടു. അപ്പോൾ ഇത് നമ്മളെ കുടിവെള്ളം അതേപോലെ ഉള്ള ഈ പുഴയിൽ ഇത് ഒഴുക്കിയത് വളരെ നമുക്ക് അപകടം ചെയ്യും. സാമൂഹ്യ വിരുദ്ധർ ചെയ്ത പ്രവൃത്തി. അപ്പോൾ കുറച്ച് അഡ്രസ്സുകൾ ഇന്ന് ഞങ്ങൾ തിരഞ്ഞ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കെഎസ്ഇബിക്ക് കത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആളുകൾ സബ് കൊടുത്ത് അവരുടെ ഉപോൽപ്പന്നങ്ങൾ വിറ്റതാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി. അതേപോലെ അഡ്രസ്സ് കിട്ടി അവരുടെ കടയും വീടും പരിശോധിക്കും. തുടർന്ന് നടപടികൾ നമ്മൾ ശക്തമായി ഫൈൻ ഉൾപ്പെടെ ഇത് കോരിക്കൊണ്ടാകാൻ ഉൾപ്പെടെ അവരോട് ആവശ്യപ്പെടാനാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.